രാഹുലാണ് കൊല്ലത്ത് നിന്നാണ്. ശ്രീ രാഹുൽ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഒരു പാർട്ടി അതിൻ്റെ ഭരണത്തിൻ്റെ അവസാന ഘട്ടത്തിലാണെങ്കിൽ പോലും ഞങ്ങൾക്ക് ചില വീഴ്ചകളൊക്കെ ഉണ്ടായിട്ടുണ്ട്, ആ വീഴ്ചകൾ ജനങ്ങളിൽ നിന്ന് അറിയണമെന്ന് തീരുമാനിക്കുകയും വീട്ടിൽ പോവുകയും ഒക്കെ ചെയ്യുന്നത് ആ പാർട്ടിക്ക് എത്രത്തോളം ഗുണമുണ്ടാവാൻ സാധ്യതയുണ്ട്? ഒന്നാമത്തെ കാര്യം, ഇതിപ്പം ഭരണം അവസാനിക്കുന്ന സമയമാണ്, അവർ വോട്ടിന് വേണ്ടിയാണ് ചെയ്യുന്നതെങ്കിലും അത് നല്ലൊരു കാര്യമാണ് ഈ ചെയ്യുന്നത്. ഗൃഹസന്ദർശനവും നാട്ടുകാരെ കാണുന്നതും അവരുമായിട്ട് സംസാരിക്കുന്നതും കാര്യങ്ങൾ മനസ്സിലാക്കുന്നതും ഒക്കെ നല്ല കാര്യം തന്നെയാണ്. പക്ഷേ ഇതൊക്കെ നേരത്തെ ചെയ്യേണ്ട കാര്യമായിരുന്നു. CPM ഇപ്പോഴല്ല ഇതൊന്നും ചെയ്യേണ്ടിരുന്നത്. ഇപ്പൊ 10 കൊല്ലമായിട്ട് ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ഇവർക്ക് ഇന്നാണോ തോന്നിയത് ഇപ്പം നാട്ടുകാർ പറയുന്നത് കേൾക്കണമെന്ന്? പറഞ്ഞോളൂ. അത് കൂടാതെ മറ്റൊരു കാര്യം, ഇപ്പം ഒരു സൈഡിൽ പച്ചയ്ക്ക് വർഗീയത പറയുന്നു. മുസ്ലിങ്ങൾക്കെതിരെ ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആരാ? CPM ആണ്. ഇപ്പം ഈ നാട്ടിൽ വർഗീയത പറഞ്ഞ് ഈ നാടിനെ രണ്ടായി തിരിച്ചുകൊണ്ടിരിക്കുന്ന ഇപ്പൊ CPM ആണ് ഇവിടെ. സജി ചെറിയാൻ ഒരു ഭാഗത്ത് അത് പറയുന്നു. ഇന്ന് ഇപ്പം വാർത്ത ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്, MM മണി രാജേന്ദ്രനെതിരെ സംസാരിച്ച കാര്യം. MM മണി പച്ചയ്ക്ക് കൊലവിളി പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുക. ഇവർ ഒരു സൈഡിൽ നാട്ടുകാർക്ക് എതിരാവുകയും മറ്റേ സൈഡിൽ വീട് കയറിയോണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവുന്നുണ്ടോ? ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ സാലിയാണ്, കുമരകത്ത് നിന്നാണ് വിളിക്കുന്നത്. ശ്രീ സാലി, താങ്കളുടെ വീട്ടിലെത്തിയിരുന്നോ ഈ ഗൃഹ സന്ദർശനത്തിനായി നേതാക്കൾ? ഇല്ല വന്നില്ല സാറ്. നമസ്കാരമുണ്ട്. നമസ്കാരമുണ്ട്. എന്തെങ്കിലും താങ്കൾക്ക് എന്ത് തോന്നുന്നു ഇങ്ങനെ ഒരു പരിപാടി നടത്തുന്നത് എത്രത്തോളം ഗുണമാവും ദോഷമാവും? ഒരു സർക്കാരിന്റെ ഒരു കാലമല്ലേ, സർക്കാരിന്റെ ഒരാളല്ലേ നമ്മുടെ വീട്ടിൽ വരുന്നത്, അതിനെന്താണ് കുഴപ്പം? ഒരു നല്ല കാര്യം അവരെന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല. ഇത് നമ്മൾ ഇപ്പം പറയുന്ന പറഞ്ഞാൽ നമ്മുടെ ഇപ്പൊ തന്നെ ഇപ്പൊ ഇതിനകത്ത് നിങ്ങളുടെ ചാനലിനകത്ത് തന്നെ എഴുതി കാണിക്കുന്നത് ശശി തരൂർ CPM-ലേക്ക് വരുന്നെന്ന്. ഇവരെന്താണ് ഇവരുടെ ഒരു പ്രതിപക്ഷ നേതാവെന്ന് പറയുന്ന ഒരാൾ ഞങ്ങളുടെ ചാനലിൽ എഴുതി കാണിച്ചോ? അല്ല, നിങ്ങളെ എല്ലാ ചാനലിനകത്ത് ഇപ്പൊ കാണിക്കുന്നുണ്ട് CPM-ലേക്ക് വരുന്നു എന്നുള്ളതാണ്. അത് ദുബായ് വെച്ചാണ് അതിന്റെ ചർച്ച നടത്തിക്കൊണ്ട് ഒരു വ്യവസായിയാണ് എന്നൊക്കെ കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ ചാനലിനകത്തില്ല, മറ്റു ചാനലിനകത്തെല്ലാം കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നു. പക്ഷെ ഈ ഒരു പ്രതിപക്ഷ നേതാവെന്ന് പറയുന്ന ആള് അദ്ദേഹം ഇപ്പൊ കാണിച്ച നേരത്തെ അല്ല മുഖ്യം. ഞാനൊരു പാർട്ടിയുടെ ഒരാളല്ല. അല്ല ശ്രീ സാലി, പ്രതിപക്ഷ നേതാവ് ഇതുമായിട്ടൊക്കെ നമ്മുടെ ചോദ്യം ഈ ഗൃഹ സന്ദർശന പരിപാടി കൊണ്ട് എന്താണ് നേട്ടം? അല്ലാതെ പ്രതിപക്ഷ നേതാവിന്റെ വിഷയമൊന്നും അല്ലല്ലോ. സർക്കാർ നേരിട്ട് ഒരു വീട്ടിൽ വരുന്നെന്ന് ഞാൻ അത് കരുതുന്നുള്ളൂ. ഞാനൊരു പാർട്ടിയുടെ പ്രതിനിധിയായിട്ടല്ല പറയുന്നത്. സർക്കാരല്ല വരുന്നത്, പാർട്ടിയുടെ നേതാക്കളാണ് വരുന്നത്. ആയിക്കോട്ടെ, അല്ലെന്ന് അത് പാർട്ടി ഇപ്പൊ ഭരിക്കുന്ന ആരാ? പാർട്ടിയല്ല ഭരിക്കുന്നത്. അപ്പൊ ഒരു ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ ആൾക്കാർ വീട്ടിൽ വരുമെന്ന് പറഞ്ഞാൽ ഇപ്പൊ ചോദിക്കും ചിലപ്പോൾ 10 വർഷമായിട്ട് എന്നാ വരാഞ്ഞ്. അതിപ്പോ രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് അടുത്ത ഭരണം കിട്ടാൻ വേണ്ടി അവർ വരുമായിരിക്കും. പക്ഷെ പ്രതിപക്ഷം ഇപ്പൊ കാണിക്കുക മുഖ്യമന്ത്രിയിലും വലിയ ഇതായിട്ടാണ്. ഒരു ചാനലുകാരെ കാണുമ്പോൾ ഇന്നലെ തന്നെ ഒരു സ്ത്രീയോട് പറയുന്നതായിട്ട് നിങ്ങളോട് സംസാരിക്കാനല്ല, ഒരു കയറിൽ ചാനൽ ഏത് ചാനലും ആയിക്കോട്ടെ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.